ഇത് കഴിഞ്ഞ് നമ്മൾ സൺഡേ വിഷുവിൻ്റെ അന്ന് ഞങ്ങൾ ആവേശം കാണാൻ പോയി. അപ്പം വിഷുക്കണി ഒന്നും വെക്കാൻ സമയം കിട്ടിയില്ല, കാരണം സിനിമയ്ക്ക് വേഗം എത്തണമല്ലോ. അങ്ങനെ ധൃതി പിടിച്ച് ഓടി നമ്മൾ ആവേശം കാണാൻ പോയി. വളരെ ആവേശത്തോടെ പോയി. സത്യം പറയാലോ, ആവേശം ഒട്ടും കുറഞ്ഞില്ല. ആ സിനിമ എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിൽ. ഫഹദിനേ പറ്റൂ. ഫഹദ് ഫാസിലും പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കും കൂടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമില്ലേ, അതാണ് ഈ സിനിമ. ഇതിൻ്റെ അകത്ത് എനിക്ക് ശരിക്കും തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മീനെയും ട്രാൻസിലെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു എനർജി ഇല്ലേ, ആ ഒരു എന്താ പറയുക, സ്റ്റേജിലൊക്കെ കയറി കഴിയുമ്പോൾ ആ ഒരു എനർജിയും കൂടെ മിക്സ് ചെയ്തൊരു ബ്ലെൻഡറിലിട്ട് അടിച്ച് ഒരു സംഭവം ഉണ്ടാക്കി എടുത്താൽ എന്താവും? അതാണ് നമ്മുടെ രംഗണ്ണൻ, ആവേശത്തിലെ ഫഹദ്. ഫഹദിൻ്റെ ഒരു എനർജിയും, ഫഹദ് എന്താ പറയുക, അതിൽ ആ സിനിമയിൽ ഇപ്പോൾ ഒരു സീനിൽ ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഫഹദിനെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ആവേശത്തിൽ പറയുന്നുണ്ട്, എടാ അടിക്കണം അടിക്കണം അവിടെ അടി എന്നൊക്കെ പറഞ്ഞിട്ട് ഫഹദിൻ്റെ ബോഡി ലാംഗ്വേജ്, പുള്ളി ഇങ്ങനെ എന്താ പറയുക, ഒരു റിസർവേഷനും ഇല്ലാതെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ആ സ്ക്രീനിൽ കിടന്നങ്ങ് അഴിഞ്ഞാടുകയാണ് ആ മനുഷ്യൻ. ഹാറ്റ്സ് ഓഫ് ടു ഹിം. ഫഹദിൻ്റെ ആ ഒരു പെർഫോമൻസും ബാക്കിൽ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കും കൂടെ ആകുമ്പോൾ ആ തിയേറ്ററിൽ ഇരുന്ന് നമ്മളിങ്ങനെ ആവേശം കൊണ്ടുപോകും. ആൻഡ് ഇപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ മക്കൾ, എൻ്റെ മോൾക്ക് 9 വയസ്സാകുന്നു, മോന് 12 വയസ്സ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോളിരുന്ന് കൈയൊക്കെ കൊട്ടുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം എന്തോ ഞാൻ പറയേണ്ട, ഒരു അതിലാ നമ്മുടെ അമ്പാൻ, എനിക്ക് പുള്ളിയുടെ പേര് ഓർമ്മയില്ല, ഫഹദിൻ്റെ കൂടെ തന്നെ ഉള്ള ആ ഒരു ക്യാരക്ടർ, നമ്മുടെ രോമാഞ്ചത്തിലെ നിരൂപേട്ടൻ, അത് ഇതിൽ അമ്പാൻ. പുള്ളിക്കാരനൊക്കെ എന്തൊരു രസമാണ്. ആ ഒരു പുള്ളിയുടെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ വെച്ചിട്ട് ആ ഒരു ഇമോഷൻസും കൂടെയൊക്കെ വരുമ്പം ഭയങ്കര രസമുണ്ട്. പറയാതിരിക്കാൻ വയ്യ. അതിലെ ആ പുതിയ 3 പയ്യന്മാർ, ലൈക്ക് എനിക്കറിയാം അവർ യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ ഞാൻ കേട്ടു. ഒരു ഫസ്റ്റ് ടൈം അഭിനയിക്കാമെന്ന് തോന്നുകയില്ല. വെരി ഗുഡ് ജോബ്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ രംഗണ്ണ, നിങ്ങളാണ് ഹീറോ. എന്താ പറയുക, ഷമ്മിയല്ല തകർത്തു കേട്ടോ. രംഗണ്ണൻ സൂപ്പർ. ഒരു സുഷിൻ ശ്യാം മ്യൂസിക്, ആ ഇലുമിനാറ്റിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആവേശം കൊണ്ടുപോകും. അപ്പം എന്തായാലും പറയാതിരിക്കാൻ വയ്യ, 2024 വിഷു അടിപൊളി. മലയാള സിനിമ തകർത്തു. കണി വെച്ചില്ലെങ്കിൽ എന്താ, നല്ല അടിപൊളി 2 സിനിമ കണ്ടു. ആൻഡ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ 2024 ഇങ്ങനെ പോട്ടെ മലയാളം സിനിമയിൽ. ആടുജീവിതം കണ്ടായിരുന്നു അതിനു മുമ്പ്, അതും പിന്നെ പറയേണ്ടതില്ല, അത് വേറൊരു ലെവലാണ്, അതൊരു വേറെ ഇമോഷനാണ്. എന്തായാലും ഈ സിനിമകളൊക്കെ കൂടെ കാണുമ്പം സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം കേട്ടോ. എനിക്കിപ്പം നാട്ടിൽ എന്തോ തിയേറ്റർ ഇഷ്യൂ ഒക്കെ ഞാൻ ന്യൂസിൽ കണ്ടു. പക്ഷേ ഇതൊന്നും നമ്മുടെ മലയാളം സിനിമേനെ താഴെ കൊണ്ടുവരാൻ നമ്മൾ ആരും സമ്മതിക്കാൻ പാടില്ല. ഇവിടെ ഞങ്ങൾക്ക് എപ്പോഴും മലയാളം സിനിമ വരത്തില്ല, പക്ഷേ എപ്പം ഒരു സിനിമ വന്നാലും ഞങ്ങൾ കാണാൻ പോകും. ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് അപ്പം തന്നെ പോകും. അതിപ്പോൾ എന്ത് സിനിമയാണെങ്കിലും നമുക്കതൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയിരിക്കും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷവും ആവേശവും, എൻ്റെ ഈശ്വര, ഒരാവേശം തന്നെ. വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇത്ര ആവേശം കൊള്ളുന്നത്. സോ താങ്ക് യു ടു ഓൾ ദ വണ്ടർഫുൾ ഫിൽം മേക്കേഴ്സ് ഇൻ മലയാളം.